ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറേയേറെ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ആൻഡ് എക്സൈറ്റിംഗ് അപ്ഡേറ്റ്, ബിഗ് ബോസ് സീസൺ 6 ഒഫീഷ്യൽ ലോഗോ ജാനുവരി 3rd വീക്ക് പുറത്തുവിടുന്നതായിരിക്കും. പിന്നെ കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ അപ്ഡേറ്റ്സും കൂടെ ഉണ്ട്. ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമ്മുടെ ലിസ്റ്റിൽ ഇന്നത്തെ ആദ്യത്തെ പേര് നിവേദ് ആൻ്റണിയാണ്. ഷീസ് എ ട്രാൻസ് വുമൺ. വളരെ ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളിലും സോഷ്യൽ മീഡിയ വഴി അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ്. ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലായിരിക്കും നിവേദ് ആൻ്റണിയെ കൺസിഡർ ചെയ്യുക. നിവേദ് ആൻ്റണി വന്നാൽ പൊളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ള പേരാണ് ജിഷിൻ മോഹൻ. ജിഷിൻ മോഹനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ജിഷിൻ മോഹൻ ഒരു സീരിയൽ ആക്ടറാണ്. 2009 ഏഷ്യനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്ത് വളരെ ഫേമസ് ആയ സീരിയലായ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ സീരിയൽ രംഗത്തിലോട്ട് കടന്ന ആളാണ് ജിഷിൻ മോഹൻ. അതിനുശേഷവും കുറേയേറെ സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് സ്നേഹക്കൂട്, സന്ധ്യാവന്ദനം പോലെ ഒരുപാട് സീരിയലുകൾ. അടുത്തതായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് അൽഫല. അൽഫലയുടെ പേര് ഞാൻ ഒരുപാട് ചാനലുകളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഉറപ്പില്ല അൽഫലയ്ക്ക് കോൾ പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ. പക്ഷേ ജാസ്മിൻ അസ്ലാമാറിലെ ഇഷ്യൂവിൽ നമ്മൾ ഒരുപാട് സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന പേരാണ് അൽഫല. അൽഫല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ജാസ്മിൻ ജാഫർ ഉണ്ടെങ്കിൽ അൽഫലയും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തതായി കോള് പോയി ഏകദേശം ഉറപ്പുള്ള ഒരാളാണ് ദിൽസിൽ എം ഇക്ബാൽ. പുള്ളി ഒരു സെലിബ്രിറ്റി ജിം ട്രെയിനറാണ്. അവസാനമായി സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ. ഒരുപാട് ചാനൽസ് അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു പേരാണ് ആറാട്ടണ്ണൻ്റേത്. പക്ഷേ ആറാട്ടണ്ണന് കോള് പോയിട്ടില്ല ഇതുവരെ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ വിവരം. ഇനി അതിൽ വല്ല അപ്ഡേറ്റ്സും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.